വിമാന ഇന്ധനവില വർദ്ധിച്ചതിന് പിന്നാലെ രാജ്യാന്തര സർവീസുകൾ വെട്ടിക്കുറച്ച എയർ ഇന്ത്യ 3 മാസത്തേക്കാണ് സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിമാന ഇന്ധനവില കയറ്റത്തിന് പിന്നാലെ എയർ ഇന്ത്യ വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു. ഇന്ധനവില ഉയരുകയും വ്യോമാതിർത്തികളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ചെയ്തതോടെ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര സർവീസുകളുടെ എണ്ണം കുറയ്ക്കാനും നിർത്തിവെക്കാനുമാണ് തീരുമാനം. പ്രതിദിനം 100ഓളം സർവീസുകൾക്കാണ് നിയന്ത്രണം വരുന്നത്. ഇന്ധന പ്രതിസന്ധി കാരണം കമ്പനി കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് നേരിടുന്നതെന്ന് ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ അറിയിച്ചത്. ഡൽഹിയിൽ നിന്ന് ചിക്കാഗോ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ഷാങ്ഹായ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ പൂർണ്ണമായും നിർത്തിവെച്ചതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സാൻ ഫ്രാൻസിസ്കോ, പാരീസ്, ടൊറന്റോ തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും എയർ ഇന്ത്യ കുറച്ചിട്ടുണ്ട്. വിമാന കമ്പനികളുടെ മൊത്തം പ്രവർത്തന ചെലവിന്റെ ഏകദേശം 40% ഇന്ധനത്തിനായി വിനിയോഗിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ നാട്ടിലെത്താൻ കഴിയുന്ന തരത്തിലുള്ള എയർ ഇന്ത്യ സർവീസ് ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ തീരുമാനമെടുത്തതോടെ ആശങ്കയിലാണ് പ്രവാസികൾ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം വിമാന ഇന്ധന വിലയിൽ വലിയ മാറ്റമാണ് വന്നത്. ഫെബ്രുവരിയിൽ ബാരലിന് $99.4 ആയിരുന്ന വിമാന ഇന്ധന വില മെയ് 8 ആയപ്പോഴേക്കും $162.89 ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.